നമസ്കാരം. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കം കൂടുതൽ രൂക്ഷമാവുന്നു. പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത KS ശബരിനാഥൻ തുറന്ന പോരിലേക്ക്. MLA ഹോസ്റ്റലിൽ തന്നെ പ്രശാന്തിന് മുറി ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടം ഉപയോഗിക്കുന്നത് എന്ന ചോദ്യവുമായി ശബരിനാഥൻ സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർത്തി. എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതിനു വേണ്ടിയാണ് ശാസ്തമംഗലത്ത് ഓഫീസ് ആരംഭിച്ചതെന്നായിരുന്നു VK പ്രശാന്തിന്റെ വിശദീകരണം. ശബരിനാഥിന്റെ പോസ്റ്റർ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ ഓഫീസിൽ MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും VK പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചുകൊണ്ട് വാടക തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നഗരസഭയാണ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് മറ്റൊരു വസ്തുത കൂടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം MLAമാരുടെയും ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ്. ഞാനും അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധിയായിരുന്നപ്പോൾ ആര്യനാട് ഒരു വാടക മുറിയിൽ മാസവാടക കൊടുത്ത് പ്രവർത്തിച്ചത്. പക്ഷേ ശ്രീ VK പ്രശാന്തിന് ഒരു ഭാഗ്യമുണ്ട്. നിയമസഭയുടെ MLA ഹോസ്റ്റൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യമുള്ളതാണ് നഗരത്തിലെ ഹൃദയത്തിലുള്ള MLA ഹോസ്റ്റൽ. ഞാൻ അന്വേഷിച്ചപ്പോൾ MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 നമ്പറിൽ 1-ാം തരം 2 ഓഫീസ് മുറികൾ അങ്ങയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള MLA ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ച് എന്തിനാണ് ശാസ്തമംഗലത്തെ ഈ മുറിയിലിരിക്കുന്നത്? ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം MLA ഹോസ്റ്റലിലേക്ക് മാറുന്നത് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. അതോടൊപ്പം എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യം നഗരസഭ ഒരുക്കണമെന്നായിരുന്നു പോസ്റ്റ്. MLA ഹോസ്റ്റലിൽ പൊതുജനങ്ങൾക്ക് ആക്സസ് എളുപ്പമല്ല. അവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് പ്രാവർത്തികമല്ല. കോൺഗ്രസുകാര് ശ്രീലേഖ മാഡത്തിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നത് കാണുവാൻ രസമുണ്ട് എന്നാണ് പൊതുജന അഭിപ്രായം. ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജനിച്ച കാലം മുതൽ പ്രിവിലേജ് ഇത്തിരി കൂടുതലായിരുന്നത് കൊണ്ടായിരിക്കണം നിലവിലെ MLA ഹോസ്റ്റലിലേക്ക് എത്ര കണ്ട് സാധാരണക്കാർക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന ധാരണ താങ്കൾക്കില്ലാത്തത്. 2, ഒരു കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയ ഓഫീസ് വാടക കരാർ അവസാനിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തി തിരിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് ഉളിപ്പില്ലായ്മയാണ്. വോട്ട് ഷെയറിലെ നിങ്ങളുടെ അന്തർധാര നിലനിർത്താൻ വേണ്ടിയാണിതെങ്കിലും പബ്ലിക് ഇതൊക്കെ മോശമല്ലേ എന്നാണ് കമന്റുകൾ ഉയർന്നത്. MLA ഹോസ്റ്റൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ, സംശയമില്ല. MLAക്ക് അവിടെ മുറിയും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ശാസ്തമംഗലം. നഗരത്തിലെ ഏറ്റവും നന്നായി വാഹന സൗകര്യമുള്ള സ്ഥലം. വിവിധ ആവശ്യങ്ങൾക്ക് MLAയെ തേടി വരുന്ന മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബസ്സിലും ഓട്ടോറിക്ഷയിലും ഇരുചക്ര വാഹനങ്ങളിലും എത്തിച്ചേരുവാനും വരുന്ന വാഹനങ്ങൾ അവിടുത്തെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുവാനും പറ്റുന്നത് ശാസ്തമംഗലത്താണ്. MLA ഹോസ്റ്റലിൽ കയറി ഇറങ്ങാനും വാഹനങ്ങളിലെത്തി പാർക്ക് ചെയ്യാനുള്ള നിയന്ത്രണങ്ങളും വിഷമങ്ങളും ഒരു മുൻ MLA എന്ന നിലയിൽ താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കറിയാം. താങ്കളുടെ നേതാവ് VD സതീശന്റെ നിലവാരത്തിലേക്ക് താഴാതിരിക്കാൻ മൺമറഞ്ഞ ആ വലിയ മനുഷ്യന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ വന്ന ആ പൈതൃകം പേർന്ന് താങ്കൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ സംഖ്യകളെ സഹായിക്കാനേ ഉതകൂ. താങ്കൾ MLA ആയിരിക്കുമ്പോൾ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ താങ്കളെ നിയന്ത്രിക്കാൻ വന്നാൽ സമ്മതിക്കുമോ? VK പ്രശാന്ത് നിയമാനുസൃതമായ അനുമതിയോടെയാണ് പൊതുജനങ്ങൾക്കായി MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത്. അത് ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാണെന്നത് മണ്ഡലത്തിലെ ജനങ്ങൾ സാക്ഷ്യം പറയും. പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന ബ്യൂറോക്രസിയുടെ ഏറ്റവും ഉന്നതനായ ചീഫ് സെക്രട്ടറിയുടെയും വളരെ മേലെയാണ് MLAമാരുടെ സ്ഥാനം. ഹോം സെക്രട്ടറി പോലും ചീഫ് സെക്രട്ടറിമാരുടെ താഴത്തെ നിരയിൽ നിൽക്കുമ്പോൾ അതിനും താഴെയാണ് DGPയുടെ സ്ഥാനം. അപ്പോൾ റിട്ടയർഡ് DGPക്ക് ഏത് നിരയിൽ നിൽക്കാൻ പറ്റും? കൗൺസിലർ എന്ന പദവിക്ക് എവിടെയാണ് സ്ഥാനം? ഇതെല്ലാം പഠിച്ചിട്ട് വേണ്ടേ ഒഴിപ്പിക്കാൻ ഇറങ്ങാൻ? ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണ്ടേ സംഖ്യസത്തെ പരോക്ഷമായി പിന്തുണച്ച് പോസ്റ്റിടാൻ ഇറങ്ങാൻ? വളരെ കഷ്ടമാണ് കാര്യങ്ങൾ. പ്രിയ അനുജ എന്നിങ്ങനെയൊക്കെയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. എന്നാൽ LDFനെതിരെ പറയുമ്പോൾ BJP ആക്കുന്നത് എന്തിന്? സംഖ്യപ്പട്ടം ചാർത്തി തന്ന് പേടിപ്പിക്കേണ്ട എന്നാണ് ഈ വിഷയത്തിൽ ശബരിനാഥിന്റെ പ്രതികരണം. MLA ഹോസ്റ്റലിൽ സൗകര്യങ്ങളുള്ള മുറി ഉണ്ടായിട്ടും എന്തിന് വാടക കെട്ടിടത്തിൽ ഇരിക്കുന്നുവെന്ന് ശബരിനാഥൻ ചോദിച്ചു. MLA ഉപയോഗിക്കുന്ന ഹോസ്റ്റലിന് മാസം 800 രൂപ മാത്രം വാടക വാങ്ങുന്നത് ശരിയായ നടപടിയല്ല. തിരുവനന്തപുരത്ത് ഒരു ചെറിയ ചായക്കട നടത്താൻ പോലും ഇതിലും വലിയ വാടക നൽകണം. ജവഹർ നഗറിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ ചെറിയ കടമുറിക്ക് 15,000 രൂപ വരെ വാടക വാങ്ങുന്നുണ്ട്. MLA ഓഫീസിന് 15,000 രൂപ വാടക വാങ്ങണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ 800 രൂപ വാങ്ങാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ കാവ്യ അല്ലെങ്കിൽ സംഖ്യപ്പട്ടം ചുമത്തുന്നത് കണ്ട് പേടിക്കേണ്ടതില്ല. ഇവിടെ നിലപാട് പറയാൻ വേണ്ടി തന്നെയാണ് UDFനെ വിജയിപ്പിച്ചിരിക്കുന്നതെന്നും ശബരിനാഥൻ പറഞ്ഞു. MLAമാരുടെ ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ് സാധാരണ ഉണ്ടാവുക.
MLA ഹോസ്റ്റൽ മുറികളും കമ്പ്യൂട്ടറും പാർക്കിംഗും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഉപേക്ഷിച്ച് ശാസ്തമംഗലത്ത് നിൽക്കുന്നത് എന്തിനാണെന്നും ശബരിനാഥൻ പറഞ്ഞു. എല്ലാ കൌൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും ശബരിനാഥൻ വ്യക്തമാക്കി. കേരളത്തിലെ ഭൂരിഭാഗം MLA-മാരുടെയും ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ജനപ്രതിനിധിയായിരുന്നപ്പോൾ ആര്യനാട് ഒരു വാടക മുറിയിൽ മാസവാടക കൊടുത്ത് പ്രവർത്തിച്ചുവെന്ന് ശബരിനാഥൻ പ്രതികരിച്ചു. ശ്രീ VK പ്രശാന്തിന് ഒരു ഭാഗ്യമുണ്ട്. നിയമസഭയുടെ MLA ഹോസ്റ്റൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിംഗും തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നഗരത്തിന്റെ ഹൃദയത്തിനോടുള്ള MLA ഹോസ്റ്റൽ. ഞാൻ അന്വേഷിച്ചപ്പോൾ MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 നമ്പറിൽ ഒന്നാന്തരം 2 ഓഫീസ് മുറികൾ പ്രശാന്തിന്റെ പേരിൽ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങളുള്ള MLA ഹോസ്റ്റൽ സർക്കാരിൽ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ച് എന്തിനാണ് ശാസ്തമംഗലത്തെ മുറിയിലിരിക്കുന്നത്? ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം MLA ഹോസ്റ്റലിലേക്ക് മാറുന്നത് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അതോടൊപ്പം എല്ലാ കൌൺസിലർമാർക്കും പ്രവർത്തിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യം നഗരസഭ ഒരുക്കണമെന്നാണ് ശബരിനാഥൻ കൂട്ടിച്ചേർത്തത്. എന്നാൽ മറുപടിയുമായി VK പ്രശാന്തും രംഗത്ത് വന്നു. BJP അവരുടെ അജണ്ട നടപ്പിലാക്കുമ്പോൾ MLA ആയിരുന്ന ശബരിനാഥിനെ പോലെ ഒരാൾ പ്രതികരിക്കേണ്ടത് അങ്ങനെയാണോ എന്ന് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടതെന്ന് VK പ്രശാന്ത് പറഞ്ഞു. ഇത്തരം തിട്ടൂരങ്ങൾക്ക് ശിരസ് കുനിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് അദ്ദേഹം ആലോചിക്കണം. ശാസ്തമംഗലത്തെ ഓഫീസ് മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗകര്യത്തിനാണെന്നും ശബരിനാഥിന്റെ സൗകര്യത്തിനല്ലെന്ന് VK പ്രശാന്ത് വ്യക്തമാക്കി. എന്തുകൊണ്ട് ഓഫീസ് അവിടെ എടുത്തു എന്നതിന് ഉത്തരം ഇതാണ്. എന്റെ മണ്ഡലത്തിലെ ആളുകൾക്ക് എല്ലാ സമയത്തും കടന്നു വരുവാനുള്ള സൗകര്യത്തിനാണ് ശാസ്തമംഗലത്തെ സ്ഥലം കണ്ടെത്തിയത്. 7 വർഷക്കാലമായി സുഖമായി അവിടെ പ്രവർത്തിക്കുകയാണ്. BJPയുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴാണ് ഏതോ അജണ്ടയുടെ ഭാഗമായി MLA അവിടെ നിന്ന് മാറ്റണമെന്ന ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശബരിനാഥനെ പോലൊരു ആൾ അതിന് കൂട്ടുനിൽക്കുന്നത് എന്തർത്ഥത്തിലാണെന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേക രാഷ്ട്രീയ സ്ഥിതിയിൽ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പേർക്കും വന്നു ചേരുവാൻ കഴിയുന്ന സുഗമമായ സ്ഥലം എന്ന നിലയിലാണ് ശാസ്തമംഗലത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ സൗകര്യത്തിനാണ് ശാസ്തമംഗലത്തെ ഓഫീസ്, അല്ലാതെ ശബരിനാഥന്റെ സൗകര്യത്തിനല്ല. 100 കണക്കിന് സാധാരണക്കാർ അവിടെ എന്നും വരുന്നുണ്ട്. MLA ഹോസ്റ്റലിൽ എല്ലാ MLA-മാരെയും പോലെ എനിക്കും മുറിയുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ഏത് സമയത്തും അനുവാദത്തിന് കാത്തുനിൽക്കാതെ കടന്നു വരുവാൻ കഴിയുന്ന വിധത്തിലാണ് ശാസ്തമംഗലത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് VK പ്രശാന്ത് പറഞ്ഞത്. മാർച്ച് 31 വരെയുള്ള വാടക തുക അടച്ചിട്ടുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് ആലോചിക്കാമെന്ന നിലപാട് VK പ്രശാന്ത് ആവർത്തിച്ചു.